അയക്കില്ല വർഷേ. ഞാൻ നിന്റെ പുറകെ നടക്കുന്നോ? എനിക്കത് കണ്ണില്ലേ? നീ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യരുത്. ഇത് നല്ല തമാശ. പിന്നെ നീ എന്താ കാണിക്കുന്നത്? നീ ഫുൾ ടൈം എന്റെ പുറകെ നടക്കുവല്ലേ? ടെൽമി, നീ എന്നെ അത്രക്ക് ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ നീ എന്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധിക്കുന്നേ? എന്തിനാ എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നേ? കെവിൻ, മതി. ഓ, ആൻഡ് ഹൂ ആർ യു? ഇവളുടെ ബോഡി ഗാർഡ് ആണോ ഓർ ഫിയാൻസ് ആണോ? നീ ഏത് റോളിലാടാ? അലവലാതി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. എനിക്കൊരു ഫിയാൻസ് ഇല്ല. See that? ഇവളുടെ ഫിയാൻസ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ഷീ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ മീ. നോക്കടാ, അവൾക്ക് എന്നെ മതി. തോന്നിയാസം പറയരുത്. പിന്നെ നിനക്ക് എന്തിനെ വിഷമമാടി നീ കാണിക്കുന്നേ? മേലാൽ എന്റെ പുറകെ അനാവശ്യമായി വന്ന ഈ കെവിൻ സക്രിയയുടെ താനി സ്വരൂപം നീ കാണും. ഓ, അതിനെ എന്തോ കാണാനാ? എല്ലാവർക്കും മനസ്സിലായി. എന്റെ മോളെ, ഈ കെവിന് ഈ ഒരു മുഖം മാത്രമല്ല ഉള്ളേ. മോള് അടങ്ങി ഒതുങ്ങിയിരുന്ന ആ മറ്റേ മുഖമേ അത് കാണേണ്ടി വരില്ല, മനസ്സിലായോ? ആൻഡ് ദ ഫിയാൻസേ, ഇവളെ പോലുള്ളവരുടെ പുറകെ ഒലിപ്പിച്ച് നടന്ന് വില കളയല്ലേ, കേട്ടോടാ കോളേജ് ചെയർമാനെ. നന്നായടാ, ഒഴിവാക്കി വിടുന്നതാ നിനക്ക് നല്ലത്. ശരിക്കും നിനക്ക് വല്ലതും സംഭവിച്ചോ? എന്താടാ ഉറക്കത്തിൽ അപ്പ നിന്റെ തലക്കടിച്ച? എന്റെ കെവിൻ ഇങ്ങനല്ല. എബി, വെറുതെ ഇരി, ഞാൻ നല്ല മൂഡിലല്ല. അല്ല, ഇവനെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാത്തിരിക്കുന്നേ? അത് വേറൊരു കുരിശ്. അവനെ ഒരു പെൺകൊച്ചിനെ ഇഷ്ടമാടാ. ചെന്ന് പറയാൻ പറഞ്ഞിട്ട് അവന് നാണം. കെവിനെ, നീ ഇതൊന്ന് സെറ്റാക്കി താ. ഞാൻ പിടിച്ച വള്ളികളൊന്നും പോരാനിട്ടാണോടാ? എടാ എബി, നീ ഈ കേസ് ഒന്ന് സെറ്റാക്കി കൊടുക്ക്. ചേട്ടന്റെ മൂഡ് ശരിയല്ല. ഞാനോ? എനിക്ക് പറ്റില്ല. അതും ഒരു പെണ്ണ് കേസ്. എന്റെ ഇമേജിനെ ബാധിക്കും. നിനക്ക് ഇമേജ് മര്യാദക്ക് പറഞ്ഞത് ചെയ്തു. ഇത് കുളമാക്കാനല്ല, ശരിയാക്കാനാ. നീ മതി. നിനക്കാവുമ്പോ നന്നായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാലോ. എടാ, എനിക്ക് ആക്സെപ്റ്റ് ചെയ്ത് പരിചയമില്ല, റിജക്ട് ചെയ്തേ പരിചയമുള്ളൂ. ഗേൾസിനോട് ആകെ ഞാൻ ഇന്ററാക്ട് ചെയ്തിരിക്കുന്നത് പ്രൊപ്പോസൽ റിജക്ട് ചെയ്യാനാ. എക്സെപ്റ്റ് വർഷം. ദേ പോകുന്നു വീണ്ടും അവന്റെ മൂഡ് അന്റാർട്ടിക കയറി. കെവിനെ, ഇവിടെ കമോ. നീ എന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കൂ പ്ലീസ് ഡാ. ഓക്കെ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഏതാടാ പെണ്ണ്? വാട്ട്? അവളുടെ ക്ലാസ്സോ? എടാ, നിനക്കൊക്കെ ഇനിയും മതിയായില്ലേ? അവളോട് പോവാൻ പറ. നീ വാടാ. വള്ളിക്ക് മേലെ വള്ളി വിടുന്നതായി പോയല്ലോ എന്റെ ലൈഫ്. കെവിന്റെ ഭാഗം ക്ലിയർ ആയിരുന്നു. നീ അവരുടെ ഓരോന്ന് ചെയ്യാൻ നടക്കുന്നേ. നോ, എന്റെ ഫ്രണ്ട്സ് അവനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? വർഷ, ലിസൺ. കെവിൻ അവന്റെ സൈഡ് ഫുൾ ആയിട്ട് തെറ്റൊന്നും പറയാൻ പറ്റില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? അത് പിന്നെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ഫുൾ ടൈം അവനെ ചുറ്റിപ്പറ്റി നടക്കുവല്ലേ, ആരായാലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓഹോ, അപ്പൊ നീയും എന്നെ ജഡ്ജ് ചെയ്യുവാണല്ലേ? ഞാൻ ജഡ്ജ് ചെയ്തതൊന്നും അല്ല. കെവിൻ ഇപ്പൊ നിന്നോട് ചോദിക്കുന്നത് കുറച്ച് സമാധാനമാണ്. അത് നീ കൊടുത്തേ പറ്റൂ. അപ്പൊ അവൻ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട് കളിയാക്കിയതോ? ഫിയാൻസിന്റെ കാര്യമൊക്കെ എടുത്തിട്ടതോ? അത് ഉള്ളതല്ലേ അവൻ പറഞ്ഞുള്ളൂ. ഉള്ളതോ? എന്തുള്ളത്? ആ മിഥുൻ എന്റെ ഫിയാൻസ് ഒന്നും അല്ല. ഐ നെവർ അഗ്രീഡ് ടു ദാറ്റ് നോൺസെൻസ്. വർഷ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടാ. ഇത് മോർ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാൻ.
ആരാ പ്രിയ? ഞാനാ, എന്താ? സി, എന്റെ ഫ്രണ്ട് ദേ ഇവന് കുറച്ചു നാളെ തന്നോട് ഒരു ഇഷ്ടം തോന്നിയിട്ട്. ഇവന് തന്നെ ഇഷ്ടമാ. ഇവനെന്താ ഈ തെണ്ടി ഇങ്ങനെ നോക്കുന്നേ? വർഷ, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതിൽ നമ്മൾ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. He likes you. Say clearly yes or no. ഡോ, കുറെ നാളായി എങ്ങനെ പറയണമെന്ന് അറിയാതിരുന്നത് കൊണ്ടാ. തനിക്ക് എന്നെ ഇഷ്ടമാണോ? പക്ഷെ എനിക്കിഷ്ടം കണ്ണേട്ടനെയാ, നിങ്ങളുടെ ചങ്ങാതിയെ. എന്താ? ഓ സോറി, എനിക്ക് കെവിനെയാ ഇഷ്ടം. What? What? Shit. ഓ, ഇതിനു വേണ്ടി ഇവൻ എന്താടിയുള്ള എല്ലാ പെണ്ണുങ്ങളും ഇവനിൽ ഇങ്ങനെ മൂക്ക് കൂത്തി വീഴാൻ. ആ, ചിലപ്പോ നീ കാണാത്ത വല്ലതും അവർ കാണുന്നുണ്ടാവും. Listen, that's not my problem. ബട്ട് ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റാണോ? No. ബട്ട് എന്നെ ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റാണ്. ഞാൻ ക്ലാസ് റൂമിലോ കോളേജിലോ കോറിഡോറിലോ ലവ് എന്റർടൈൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് I don't like girls who create confusion for attention. മലയാളത്തിൽ പറഞ്ഞ ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് തല്ലാൻ വരുന്ന ചന്ത ഗേൾസിന്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിനക്ക് എന്താടി വേണ്ടേ? ഞാനിപ്പോ നിന്റെ പേര് വല്ലതും പറഞ്ഞോ? അത് തന്നെയാണ് പറഞ്ഞേ. നീ അത് പറഞ്ഞപ്പോ എന്നെ നോക്കി തന്നെയല്ലേ പറഞ്ഞേ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടേ മുഖത്ത് നോക്കി പറയണ കൊരങ്ങ. ഇത് നിന്നെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. റിയലി? കുറച്ച് മുന്നേ നീ പറഞ്ഞു ഞാൻ നിനക്ക് സമാധാനം തരുന്നില്ലെന്ന്. ഇന്ന് പറയുന്നു ഞാൻ കൺഫ്യൂഷൻ ഉള്ള ഗേൾ ആണെന്ന്. എന്താണ് പട്ടി എന്റെ കൺഫ്യൂഷൻ? പറയണ. നിന്റെ കൺഫ്യൂഷൻ എന്താന്ന് എനിക്കെങ്ങനെ അറിയാം? യു വെറുതെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതെ അവിടെ പോയി അടങ്ങി ഇരിയടി. നീ ഈ പ്രിയയുടെ കേസുമായിട്ട് ഈ ക്ലാസ്സിലേക്ക് വന്നത് തന്നെ എന്നെ ചൊറിയാനല്ലേ? വർഷ, വെറുതെ ഒതൊന്നും പറയല്ലേ. പ്രിയയുടെ കേസ് റിയൽ ആണ്. ഓ, അത് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞതാ നിന്നോടൊക്കെ. കെവിൻ, ഐ റിയലി ലവ് യു. ഒരുപാട് നാളായി ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. ഒന്ന് പോടി പെണ്ണേ. ദേ നോക്ക്, നിനക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. എനിക്ക് ഒരുപാട് വാല്യുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്ന് മാറോ പ്ലീസ്. ഓഹോ, അപ്പൊ ഞാൻ വാല്യൂ ഇല്ലാത്തതാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? വർഷ, നിനക്കെന്താ പ്രാന്തായോ? നീ എന്ത് വേണേലും വിശ്വസിച്ചോ, എനിക്ക് പുല്ലാണ്, മനസ്സിലായോ? ആൻഡ് ഇന്നു മുതൽ നീ ഈ എന്റെ ക്ലാസ്സിൽ നിന്റെ ഈഗോ ഗെയിമായിട്ട് വരാൻ പാടില്ല. ഇത് ഈ വർഷയുടെ ഓർഡർ ആണ്. നീ ആരാടി എനിക്ക് ഓർഡർ ഇടാൻ? നിന്റെ വാക്കിനതേ ഈ രോമത്തിന്റെ വിലയെ ഞാൻ തന്നിട്ടുള്ളൂ. വഴി കൂടി പോയ വള്ളി പിടിച്ച് ഇവിടെ ഭദ്രകളി തുള്ളുന്നത് പോലെ തുള്ളിയത് ഞാനല്ല, നീയാ, മനസ്സിലായോ? വാടാ, ഇനി ഇവിടെ നിന്നാ നമുക്ക് കൂടി വട്ടുപിടിക്കും. നീ നോക്കിക്കോടാ, ഇത് നിനക്ക് ഞാൻ നല്ലൊരു പണി തരും. എന്റെ പൊന്നു വർഷേ, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നിനക്ക് വല്ല മറന്നു കൂടിയോ? നീ എന്തിനാ അവൻ പറഞ്ഞതുപോലെ കണ്ട വള്ളിയെല്ലാം പിടിച്ച് തൂങ്ങുന്നേ? നിന്നെ ചെയ്യടി. What the f*** is that? Bro, വർഷയുടെ ബിഹേവിയർ ഇന്ന് വൈൽഡ് ആയിരുന്നു. അവളെല്ലാം പേഴ്സണൽ ആയിട്ട് എടുക്കുക. ബിക്കോസ് ഷീ ഈസ് പേഴ്സണൽ. What do you mean? വർഷ ഒരു പ്രോബ്ലം ആണ് എനിക്ക്. പ്രോബ്ലം? ഹൗ? അവൾ എന്തോ പേഴ്സണൽ ആയിട്ട് എടുക്കുന്നു. ഞാൻ റിയാക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവൾ കാരണം എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നു. ഞാൻ ഒന്ന് പറയുമ്പോ അവൾ വേറൊന്ന് കേൾക്കുന്നു. എന്താണ് ഇത്? അവളെ അവോയ്ഡ് ചെയ്യും. അതല്ലേടാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നേ. പക്ഷെ അവൾ ഇടിച്ചിങ്ങോട്ട് വരുന്നത് നീയൊക്കെ കാണുന്നില്ലേ? എന്തായാലും ഇതൊരു തലവേദന ആവാൻ ചാൻസ് ഉണ്ട്. അവൾ നിന്നെയും കൊണ്ടേ പോകും അച്ഛാ. കെവിൻ, ഫ്രഷേഴ്സ് ഡേക്ക് വേണ്ടി സെക്രട്ടറി വിളിക്കുന്നുണ്ട്. ഓ കുരിശ്, എനിക്കൊരു മോചനം ഇല്ലല്ലോ ദൈവമേ. ആരെങ്കിലും കണ്ടോ? ഇല്ല, വാ നമുക്ക് ആ അസ്ഥികൂടത്തിന്റെ ബാക്കി പോയിരിക്കാം. അയ്യോ, എനിക്ക് പേടിയാ. വാവേ, ഏട്ടായി മറന്നുപോയോ? അയ്യോ, ഞാൻ മറന്നുപോയി. പോക്കള്ള, എന്റെ ഏട്ടായി ഉള്ളപ്പോ എനിക്ക് എന്ത് പറ്റാനാ? അതാണ് എന്റെ ചക്കര. എന്തൊക്കെയാ വാവേ ഇവിടെ നടക്കുന്നേ? ഏട്ടായി, ഞാനൊന്നും ചെയ്തില്ല. അതല്ല, വർഷ ചേച്ചിയുടെയും കെവിന്റെയും കാര്യമാ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എനിക്കൊന്നും അറിയില്ല. ഷോ, നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്നിട്ട് വേണം എന്നെ തല്ലിക്കൊല്ലാൻ. കെവിൻ ചേട്ടന്റെ പേര് പറഞ്ഞ അപ്പൊ കലി തുള്ളു അവൾ.
കെവിൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിടെ സോറി പറഞ്ഞ അന്ന് ഞാൻ എന്തോ പറഞ്ഞതിന് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഏട്ടായി, എന്റെ അവസ്ഥയും ഇത് തന്നെയാ. ഒന്നും തോന്നല്ലേ. വിഷമിക്കണ്ട, നടക്കേണ്ട പോലെ നടക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യം പറയാം. ഞാൻ ഇന്ന് മതിലിച്ചാടി വരട്ടെ. അയ്യോ വേണ്ട, വർഷക്കിപ്പോ ഉറക്കമൊന്നും ഇല്ല. അവൾ ഭൂതത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. രാത്രിയായ കെവിൻ ചേട്ടൻ അന്ന് റൂമിൽ വന്ന മുതൽ ഇങ്ങനെ. ചേടാ, ഇതുങ്ങള് കാരണം നമ്മുടെ കാര്യം അവതാളത്തിലാവുമല്ലോ. ഓക്കെ, അപ്പോ നാളെയാണ് നമ്മുടെ ഫെസ്റ്റ് ഡേ. അതിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനും വോളണ്ടിയേഴ്സിനെയൊക്കെ ഫൈനലൈസ് ചെയ്യാനും വിളിപ്പിച്ചത്. ഡാൻസ് പെർഫോമൻസ് ഫസ്റ്റ് വേണം. നമ്മൾ അത് ഡിലേ ആക്കിയ പിള്ളേർ എഴുന്നേറ്റ് പോകും. ഫൈൻ. ഫൈൻ. കെവിൻ ചേട്ടാ, മുന്നേ ചേട്ടൻ അഗെയിൻസ്റ്റ് ആയിരുന്നല്ലോ ഇതിന്. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഫുഡ് സ്റ്റാൾസ് ഒക്കെ 12-ന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രോഗ്രാമിനിടയിൽ ക്ലാഷ് ആകും. എഗ്രീഡ്. നീ ശരിക്കും പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? നീ എന്ത് വേണേലും തീരുമാനിച്ചോ. ഐ വിൽ ഗോ വിത്ത് ഇറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെ ഇൻഫോം മീ. ഇവർ തമ്മിൽ കണ്ട ഇപ്പോഴും അടിയിടുന്നവരായിരുന്നല്ലോ. ഇന്ന് കണ്ട ഭാവമില്ല. ഓ ഗോഡ്, എന്താ പുറകെ വരുന്നതെന്ന് ആർക്കറിയാം. ഇതെന്താ ഇവന് പറ്റിയേ? ഇത് കെവിൻ അല്ല. ശരിക്കൂടെ കെവിൻ ആയിരുന്നേ ഇപ്പൊ എന്നെ എടുത്തിട്ട് അടിച്ചേനെ. ഫൈൻ, എഗ്രീഡ്, ഡൺ. ഓ, ഒരു ത്രില്ലില്ല. കാണിച്ചു തരാം. നിന്നെ ബ്രേക്ക് ചെയ്യാമെന്ന് ഞാനത് നോക്കട്ടെ. ഇവളെന്തായി കാണിക്കുന്നേ? തവളച്ചാട്ടോ. വിട്ടേക്കണ, ജീവിച്ചു പൊക്കോട്ടെ. എന്തുവാടാ, ഒരു കമന്റ് അടിക്കാനും പാടില്ലേ? ഹേ ഓൾ, ഞാൻ ഈ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഫെസ്റ്റ് ഡേക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, അതോടൊപ്പം ഇതിൽ പെർഫോം ചെയ്തവരും ചെയ്യാനിരിക്കുന്നവരും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതെന്ന് അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വാനടച്ച് പറയുന്നുണ്ടല്ലോ. ഇന്നലെ ഇവന്റെ വായിൽ എന്തായിരുന്നു? കൊഴുക്കട്ടായിരുന്നു. ബ്രോ, ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇന്ന് തന്നെ ഇത് നീ ചെക്ക് ചെയ്തില്ലായിരുന്നോ? ഇതാ, ഞാൻ കുറച്ച് മുന്നേ പോലും ചെക്ക് ചെയ്തതാ. ബട്ട് അപ്പൊ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അച്ചോടാ, നിൽപ്പുവശം കണ്ടിട്ട് ഗോൾഡൻ സിംഗറിന്റെ പെർഫോമൻസ് അടപടല മൂഞ്ചിയ പോലെ ഉണ്ടല്ലോ. ഒരൊറ്റ പെർഫോമൻസ് പോലും നിനക്ക് നേരെ ചൊവ്വ ചെയ്യാൻ അറിയത്തില്ലോടാ. നിനക്ക് ഇതിൽ എന്തെങ്കിലും റോളുണ്ടോ? ഓ പിന്നെ, പേടിപ്പിച്ചു. വാ തുറന്ന് പറയടി, നിനക്ക് എന്തെങ്കിലും റോളുണ്ടോ? അതെ, ഞാനാ പൊട്ടിച്ചേ. എന്തോ വേണം? കെവിൻ, ഇതെന്തുവാ നീ കാണിക്കുന്നേ? വിടണം, വിടണം പട്ടി. കെവിൻ, നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യടാ. നീ കുറെ ദിവസമായി എന്നെ പുഷ് ചെയ്തോണ്ടിരിക്കുക, എന്നെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. ആൻഡ് നൗ ദിസ്. ഇത് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഈ ചെറിയൊരു കാര്യം പോലും നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാൻ വിചാരിച്ചു നീ ഇത് പുല്ല് പോലെ സെറ്റ് ആക്കുമെന്ന്. ഞാൻ എന്റെ ചോരയും നീരും കൊടുത്ത് പ്രാക്ടീസ് ചെയ്തെടുത്ത പെർഫോമൻസാ നീ ഇത് നശിപ്പിച്ച് കൈ തന്നെ. എനിക്കിത് എത്രത്തോളം വലുതായിരുന്നെന്ന് നിനക്കറിയോ? ആടാ, എനിക്കറിയാം. നിനക്കൊരു വിചാരമുണ്ട്, നീയായി കോളേജിലെ ഹീറോ എന്ന്. ഗേൾസിന്റെ പ്രേമ ഭാജനം. എനിക്കിപ്പോ നിന്നെ കണ്ടിട്ട് ചിരിയാ വരുന്നേ. തോറ്റ് തോപ്പിയിട്ടോന്ന് നിൽക്കുന്നു. നിനക്ക് ഞാൻ വാർണിംഗ് തന്നിരുന്നു പലവട്ടം. എന്നെ ഉപദ്രവിച്ച് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. മാറിപ്പോയെന്നല്ലേടി ഞാൻ. നിനക്ക് എന്തിന്റെ കേടാടി? എന്തു പറ്റി? ഒരു ചെറിയ പ്രഷർ പോലും നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ഞാൻ ഹാപ്പിയായി. നിന്നെ ബ്രേക്ക് ചെയ്തു ഞാൻ.
ഈ കോളേജ് മുഴുവൻ ഞാൻ പറഞ്ഞു നടക്കും ഞാനാണ് നിന്റെ പെർഫോമൻസ് പൊളിച്ച് കൈ തന്നതെന്ന്. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഉണ്ടടാ ഉണ്ട്. നീ ഡോറിന്റെ മുന്നിൽ നിന്ന് മാറും, എനിക്ക് പോണം. സൗകര്യമില്ലടി. അങ്ങനെ എന്റെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിച്ചിട്ട് നിന്നെ ഈസി ആയിട്ട് വിടുമെന്ന് വിചാരിച്ചോ? നീ എന്ത് വിചാരിച്ചു? നിന്റെ ഈ ചീകള് കളികൾ കൊണ്ട് എന്നെ അങ്ങ് ഉണ്ടാക്കാമെന്നോ? ഞാൻ ഒരുപാട് മാറി നടന്നു. ബട്ട് നൗ നീ ആ ലൈൻ ക്രോസ് ചെയ്തു. എന്താടാ നിനക്കെന്നെ തല്ലണോ? തല്ലടാ, തല്ലി നോക്കടാ. ബട്ട് യു നോ വാട്ട്, നീയാണ് വീക്ക്, ഞാനല്ല. ഞാനൊന്ന് ചെറുതായിട്ട് വിരൽ അനക്കിയപ്പോഴേക്കും നീ തകർന്നൊരു മൂലയിലിരുന്നില്ലേ? നീ എന്റെ ലൈഫിൽ അള്ളി പിടിച്ചിരിക്കുന്ന ഒരു ഇത്തിൽക്കണ്ണിയാണ്. ഐ ഹേറ്റ് യു വർഷ. വാവ്, ഓ ഇത് പുതിയതൊന്നും അല്ലല്ലോ. നീ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും നീ വീക്ക് ആണെന്നുള്ളതിൽ നിന്ന് ഒരടി ഞാൻ പിന്മാറില്ല. ഞാൻ വീക്കാണെന്നാണോ നിന്റെ ഈ തലയിൽ നീ കേറ്റി വെച്ചിരിക്കുന്നേ? നീ എന്ത് വിചാരിച്ചടി? നീ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാന്നോ? എന്നെ എന്താണ് നിനക്ക് വല്ല കീ കൊടുത്ത പാവയായിട്ട് തോന്നുന്നുണ്ടോ? മതി, നിന്റെ എല്ലാ കളികളും ഇന്നിവിടെ വെച്ച് ഞാൻ തീർക്കാൻ പോവാ. ഓഹ് കം ഓൺ കെവിൻ, നീ എന്ത് വിചാരിച്ചു ഞാൻ പേടിച്ചോടുവന്നോ? നോക്കടാ, നെഞ്ച് വിരിച്ചു നിൽക്കുന്നു പെണ്ണൊരുത്തി, വർഷ ഫിലിപ്പോസ്. നീ കണ്ട എല്ലാ ബോയ്സിനെയും പോലെ തന്നെയാ, ഉരക്കും, പക്ഷെ കടിക്കില്ല. നീ എന്റെ മറ്റേ മുഖം കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഫൈൻ, നീ ചോദിച്ചു വാങ്ങിയതാണിത്. ഞാൻ ഒരുപാട് മാറി നിന്ന് നോക്കി. ബട്ട് മതി, ഇന്നത്തോടെ അത് നിർത്തിന. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നീ എന്താ ചെയ്യുന്നേ? മാന കെവിൻ ബ്രോ, ആ ഡോർ തുറക്കടാ പ്ലീസ്. വേണ്ടാത്തതൊന്നും ചെയ്യല്ലടാ. പുറത്തേക്ക് വാട കെവിനെ, നമുക്കെല്ലാം പറഞ്ഞ് സോൾവ് ആക്കാം. കെവിനെ, ഇത്രേ ക്ഷമിച്ചതല്ലേ? ദേഷ്യം നിന്നെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കാതെ ഇപ്പൊ തന്നെ പുറത്തേക്ക് വാ കെവിനെ. എന്താടി നോക്കുന്നേ? നിനക്ക് പോണോ? എന്നാ വിടാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ എന്നെ തോൽപ്പിച്ചിട്ട് നീ ഇവിടുന്ന് പോവണ്ട. ഇനി എന്റെ ടേൺ ആണ്. കെവിൻ, കെവിൻ വേണ്ട. വെക്കടി ഇതിന് മേലെ ഒന്നും. ഇനി നീ എന്നെ ചൊറിയാൻ വരുന്നത് എനിക്കൊന്ന് കാണണം. കുറെയായി ഞാൻ സഹിക്കുന്നു. നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ശത്രുവായ ഈ ഞാൻ നിനക്ക് ഫ്രഞ്ച് കിസ് തന്നെന്ന് വിളിച്ചു പറഞ്ഞു. എനിക്ക് ഒരു ചുക്കുമില്ല. ബട്ട് എനിക്കറിയാം നീ പറയില്ലെന്ന്. ഇനി എന്നെ ചൊറിയാൻ വന്ന നിന്റെ ഈ ചുണ്ട് ഞാനിങ് എടുത്ത കാര്യം ഞാൻ തന്നെ പബ്ലിക്കാക്കും. മനസ്സിലായോടി? ഈ അടിക്കൊരു സുഖമുണ്ട്. ഒരു കിസിന് ശേഷമുള്ള അടിയല്ലേ. ചേട്ടൻ പോട്ടെ. ആ പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു ആ കിസ്. നോട്ട് ബാഡ്. കെവിൻ, നീ എന്തായി കാണിച്ചത് മാൻ? അവളെ ഇങ്ങനെ റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു, റൂം ലോക്ക് ചെയ്യുന്നു. എന്താണ് ഇത്? എന്താണ് അവിടെ നടന്നത്? നീ എന്തിനാ പാനിക് ആവുന്നേ? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അവളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ദാറ്റ്സ് ഓൾ. നുണ പറയണ്ട കെവിൻ. എന്താ നടന്നത് അവിടെ? ഞാൻ പറഞ്ഞില്ല ഒന്നും സംഭവിച്ചില്ലെന്ന്. വാട്ട് ദ ഹെൽ ഡു യു വാണ്ട് ഫ്രം മീ? ഞാൻ അവളെ ഒരു റൂമിൽ വലിച്ചുകൊണ്ട് പോയെന്ന് വെച്ച് അവിടെ എന്തെങ്കിലും നടക്കണോ നിർബന്ധമുണ്ടോ? കെവിനെ പറയടാ, ഞങ്ങളോട് പറ. നീ ഉപദ്രവിക്കുകയോ മറ്റോ? എനിക്ക് ആരോടും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇതിപ്പോ ഇത്ര വലിയ മാറ്റർ ആണോ ഇങ്ങനെ ചർച്ച ചെയ്യാൻ? ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് ഞാനായിട്ട് തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. വേറെ ആരും അത് ചിന്തിച്ച് തല പോക്കണ്ട. കെവിൻ, ജസ്റ്റ് കാം ഡൗൺ, ഓക്കെ? ഞങ്ങൾ നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന്
അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാ? അണ്ടർസ്റ്റാൻഡ് വാട്ട്? നിനക്കറിയണോ അവിടെ എന്താ സംഭവിച്ചതെന്ന്? Why the hell do you care? Nothing happened. Nothing. മനസ്സിലായോ? കെവിൻ, ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ഒരു ടെൻഷൻ ആയിട്ടാ. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഇത്രയും ദേഷ്യപ്പെടില്ല. സ്റ്റോപ്പ്. നിനക്കൊക്കെ ഒന്നും അറിയില്ല, ഒന്നും. നീയൊക്കെ എന്തെങ്കിലും കണ്ടെങ്കിൽ തന്നെ അത് എന്നെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കെവിൻ, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാവുക. ജസ്റ്റ് കാം ഡൗൺ. ഞങ്ങൾ നിന്നോട് ഫൈറ്റ് ചെയ്യുവല്ല, സത്യം എന്താണെന്ന് അറിയണം, അത്രേ ഉള്ളൂ. വാട്ട് ദ ഹെൽ? നീയൊക്കെ ഡിമാൻഡ് ചെയ്യുമ്പോ തരാനിരിക്കുവാണോ ഞാൻ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ചെയറിട്ടിരിക്കട്ടെ, നീയൊക്കെ ഇന്റർവ്യൂ ചെയ്. ആ, അത് മതിയോ? നീയൊക്കെ എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുവാണോ? ഇവനെ വേണ്ടടാ, ഒരുപാടായി. അവർ നിന്റെ ഫ്രണ്ട്സ് അല്ലേ. വർഷമായിട്ടുള്ള ദേഷ്യം നീ ഇവരുടെ അടുത്ത് തീർക്കണ്ട. നീ ആരാടാ എന്നെ ഉപദേശിക്കാൻ? കെവിൻ, ഞങ്ങളെ പ്രതി നിങ്ങൾ ഫൈറ്റ് ചെയ്യണ്ട. ഐ ഡോണ്ട് കെയർ. ഞാൻ ചെയ്തതും പറഞ്ഞതും എല്ലാം ഓർത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. മാറടാ. വർഷ, ഗോഡ്. വർഷേച്ചി, എന്താ പറ്റിയേ? വർഷേ, മോള് നീ എന്തിനൊക്കെ അറിയുന്നേ? കെവിൻ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല വർഷ, ഇറ്റ്സ് ഓക്കെ. ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളല്ലേ. എന്താ നടന്നതെന്ന് വെച്ചാ നീ പറ. നിങ്ങൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് പോലും നടന്നത് എന്താന്ന് ക്ലിയർ ആയിട്ടില്ല. ഇവിടെ സംഭവിച്ചത് അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, എ ഹ്യൂജ് മിസ്റ്റേക്ക്. ആൻഡ് എനിക്കതിനെ കുറിച്ച് ഇപ്പോ അല്ല, ഒരിക്കലും സംസാരിക്കാൻ താല്പര്യമില്ല. വർഷ, എന്താണ് നടന്നത്? അത് നിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ചുമക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരുമിച്ച് ഇത് സോർട്ട് ഔട്ട് ചെയ്യാം. പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്. ഐ ക്യാൻ ഫിക്സ് ഇറ്റ്. കുറച്ചു മുന്നേ കെവിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്ന വർഷയാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നേ? എന്തോ വലുത് നടന്നിട്ടുണ്ട്. അവൻ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തിയോ? നോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അവൻ ഒരുപാട് ദേഷ്യപ്പെട്ടപ്പോ പെട്ടെന്ന് എന്റെ കണ്ണു നിറഞ്ഞതാ, അത്രേ ഉള്ളൂ. സോന, ഇതൊന്നും നീ വീട്ടിൽ പപ്പയോട് പറയരുത് പ്ലീസ്. ഞാൻ പറയില്ല. അത് എടാ, എനിക്ക് ഇന്നലെ എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്റെ പിടി വിട്ടുപോയതാ. സോറി, ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. ചെയർമാൻ, ഞങ്ങളത് അങ്ങനെ എടുത്തിട്ടുള്ളൂ. ആ കാര്യം വിട്ടേക്ക്. നീ ഓക്കെ ആണോ ഇപ്പോ? ഐ തിങ്ക്. ബ്രോ, എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നേ? നമ്മുടെ റിയൽ കെവിൻ എവിടെ? എന്തോ ആടാ, ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോ മുതൽ നിന്റെ ആരെ ചത്തതുപോലെയാണല്ലോ ഇരിപ്പ്. ഏയ് നത്തിങ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. നമ്മുടെ വർഷയല്ലേ അത്?